വളരെ സന്തോഷത്തോടെ കൈകൾ നെഞ്ചത്ത് വെക്കുക. നിൻ്റെ ജീവിതഭാരം ഏറ്റെടുക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുന്ന സമയമാണ്. കണ്ണുകൾ അടക്ക് ദൈവവേദനെ. നിൻ്റെ ജപ്തി നടപടികൾ, നിൻ്റെ ജീവിതത്തിലെ നിന്നെ ഇന്ന് അലട്ടുന്ന, നീ എന്തിനു വേണ്ടിയാണ് കണ്ണീരോടെ ഇവിടെ വന്നത്? അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സാന്നിധ്യം ആരാധന നൽകിക്കൊണ്ട് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. എന്തിനാണ്? നിൻ്റെ കണ്ണുനീര്. അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വേദനയാണ്, അവർക്ക് സൗഖ്യമില്ല, അവർക്ക് രോഗമാണ്, അവർക്ക് ജോലിയില്ല, അവർക്ക് അവരുടെ വിവാഹം ഒത്തുവരുന്നില്ല, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, അവർക്ക് സമാധാനമില്ല, സാമ്പത്തിക തകർച്ചയാണെന്നൊക്കെ പറയുന്ന സമയമാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ, അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ, ഈ ഗ്രൗണ്ടിന് പുറത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം അടിപ്പിട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് കർത്താവേ, ആ മക്കളെ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന കർത്താവേ, ഓരോരോ കാര്യങ്ങൾ ചെയ്തും പരാജയപ്പെട്ടും അവർ ഓരോ കാര്യങ്ങൾ പരീക്ഷ നോക്കിയും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ വേദന ചങ്കലാപ്പോടെ അന്തം മുട്ടി കർത്താവെ മൊഴി അങ്ങയുടെ ദിവസത്തിൻ്റെ കണ്ണീരോടെ നിൽക്കും ഈശോ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരം, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചുള്ള അടയാളത്തിൽ ദൈവശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ, കടരോഗങ്ങള്, ഹൃദയരോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ഉച്ച മുതല് ഉള്ളംകാല വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഒരുമിച്ച് പാടാം. ശ്രുതികട ഹല്ലേലൂയ. ഒരു മലാഖ ചിറക് വിടർത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശിരസ് കൈവച്ച് ദൈവ അനുഗ്രഹം തരുന്ന സന്ദേശമാണ്. ഒരു മലാഖ ചിറക് വിടർത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് മുന്നിലേക്ക് ആദ്യം നിങ്ങളുടെ രണ്ട് കൈകൾ നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷത്തെ സ്വർഗത്തിന്റെ സാന്നിധ്യമാണ്. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ പ്രിയമക്കളെ, ഇതിൻ്റെ സന്ദേശം, ഈ സന്ദേശത്തിൻ്റെ അർത്ഥം, ഈ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചിരിക്കുന്നു. സ്വർഗം ഈ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ കണ്ണുനീരിൻ്റെ പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് വിത്തിൻ 44 days. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 44 ദിവസം എന്നാണ് ഈശോ പറയണത്. ഈ ഇവിടുത്തെ അവസാനത്തെ സങ്കടം മാറാൻ, ഈ വ്യക്തികളുടെ അവസാന സങ്കടം മാറുന്നതിനായി, നിങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ മാറുന്നതിനായി അവസാനത്തെ വ്യക്തിക്ക് 44 ദിവസം കുറിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിനുള്ളിൽ പലരുടെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് മാറും. കൈയടിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ.
വഴിപാടിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്വസ്ത്ര ഗാനങ്ങൾ ശ്രുതികട ഹല്ലേലൂയ സ്വസ്ത്ര ഗാനങ്ങൾ പാടിപ്പുകഴ്ത്ത ശ്രുതികട ഹല്ലേലൂയ സന്തോഷത്തോടെ നന്ദിയോടെ സന്തോഷത്തോടെ ഇടിമുഴക്കാൻ പോലെ കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നന്ദിയോടെ ദൈവം ഈ നിമിഷം പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ സൗഖ്യം നൽകാൻ പോകുന്നു, സത്യം നൽകാൻ പോകുന്നു. കർത്താവ് ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അടിപ്പെടേണ്ട സമയമാണ്, വൈതാക്കാ സമയമാണ്. ദൈവസ്നേഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോൾ കർത്താവ് നൽകിയത് ഒരു മലാഖ നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് തൻ്റെ കൈകൾ കൊണ്ട് നിങ്ങളെ ആശീർവദിക്കുന്നതാണ്. ഇപ്പോൾ ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങളെ സന്ധിക്കുകയും അത് ഡിവൈഡ് ഓഫ് യുവർ മെരിറ്റ്സ് ആൻഡ് ഡീമെരിറ്റ്സ്, അതാണ് ആ മെസ്സേജിൻ്റെ പോക്ക്. നിങ്ങളുടെ യോഗ്യതയും അയോഗ്യതയും നോക്കിയല്ല കർത്താവ് തൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതാണ് പ്രഖ്യാപനം എന്ന് പറയണത്. പ്രഖ്യാപിക്കാൻ എന്ത് വേണം? വീട്ടിലിരുന്ന് കയറി പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതെന്ത് വേണം? 10 മനുഷ്യർ വേണം. പ്രാർത്ഥനയ്ക്ക് മനുഷ്യരാവശ്യമില്ല. വീട്ടിൽ കുതിരുന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട് കഥ കടച്ച് പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ നമ്മളെ മുടക്കം മുതൽ കുറവായിരിക്കും ഈ വിഷയത്തിന്. പക്ഷെ 10 പത്രം ഈ മഴയത്ത് കൊണ്ട് നടന്ന് ഓരോരുത്തരും ഏൽപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് കഷ്ടപ്പാടാണ്. ഇവിടെ പലപ്പോൾ ആൾക്കാരും പറയും ഞങ്ങൾ ഒരു കെട്ട് പത്രം എടുക്കാൻ പറയുമ്പോൾ 18 പേരെ കണ്ടെത്തണം. കെട്ടുമായിരിക്കും അല്ലേ? പല തന്തക്കും വിളിക്കും അവർ. ഇതും പറഞ്ഞുകൊണ്ട് ഇതും പെരുക്കിയാണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളൊരു ജന്മം ഇവിടെ ഇല്ലെങ്കിലും കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വേറെ ആൾക്കാരുണ്ടെന്ന് ഓർത്തേക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യം തന്നെ ഈ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് മെർലിൻ. ഞാൻ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്നലെ രാത്രിയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത് 3 വർഷത്തിന് ശേഷം. അപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നതാണ്. ഞാൻ ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 9 പക്ഷേ ഞാൻ കൃപാസനത്തിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് 2018 എൻ്റെ മമ്മി 2018 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് മമ്മിയുടെ കൂടെ ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ആ ഒരു ഏരിയയിൽ പോയി ഇരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ മമ്മിയോട് എന്നെ മേലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ അപ്പോൾ 2018 തൊട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 2018 ഞാൻ IELTS ഒക്കെ എഴുതി. പക്ഷേ പിന്നെ IELTS ഒക്കെ പാസ്സായി. പക്ഷേ ഓസ്ട്രേലിയക്ക് പോകാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ അതങ്ങനെ കടന്നു. ഞാൻ പിന്നെ BEd ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2022 ഞാൻ വീണ്ടും ഓസ്ട്രേലിയക്ക് പോകണമെന്ന് വിചാരിച്ച് പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. എന്നിട്ട് ഇതുപോലെ പ്രോസസ്സിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഡിലേ ആയിരുന്നു.
എനിക്കൊരു ഓഫർ ലെറ്ററൊക്കെ വന്ന് ഭയങ്കര താമസിച്ചാണ്. എന്നിട്ട് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഡിസംബറായിട്ടും എനിക്ക് വിസയ്ക്ക് ഏജൻസിക്കാർ ആപ്ലിക്കേഷൻ അയക്കുന്നില്ല. ഞാൻ എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർ ഓരോരോ റീസൺ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ഒരു കൊച്ചിന്, ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഓട്ടോ ഗ്രാൻഡായിട്ട് 2 മിനിറ്റിനുള്ളിൽ ഓസ്ട്രേലിയൻ വിസ ഗ്രാൻഡ് ആകുന്ന ഒരു വീഡിയോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എനിക്ക് ഫോണിൽ വന്നു. അപ്പം മമ്മി എനിക്കിങ്ങനെ ഒരു കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു കൃപാസനത്തിലെ. അപ്പം ഞാനിങ്ങനെ ആ കൃപാസനത്തിലെ വീഡിയോ ഞാൻ വെറുതെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മാതാവിനെ പരീക്ഷിക്കണം, എനിക്ക് വേറെ ഒരു ഉദ്ദേശമില്ല, മാതാവിനെ പരീക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, നാളെ ഏജൻസിക്കാരെന്നെ ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് വിസയ്ക്ക് വെച്ച് എനിക്ക് ഓട്ടോ ഗ്രാൻഡായിട്ട് വിസ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാതെ. അപ്പോഴത്തേനും അങ്ങനെ ഞാനങ്ങ് പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ ഒരു ഒക്ടോബർ 9, 2023 അപ്പം ഇതുപോലെ ഏജൻസിക്കാരെന്നെ വിളിച്ചു, നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വിളിച്ചു. വന്നിട്ട് വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തു. ഒരു വൈകുന്നേരം 4:30 ആയപ്പോഴത്തേനും അവർ വിസ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ഫോൺ വെച്ച് ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ അടുക്കള വരെ ഞാൻ പോയില്ല. അതിന് മുന്നേ ഫോൺ വീണ്ടും ബെല്ലടിക്കുന്നു. അപ്പോഴത്തേനും ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും ഫോൺ എടുത്തു. അപ്പോൾ ഏജൻസിക്കാരായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ക്രിസ്മസിന് തന്നെ പരിപാടി? ഞാൻ ചോദിച്ചു, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഓസ്ട്രേലിയക്ക് പോകണില്ല. ഞാൻ ചോദിച്ചു, വിസ വരാതെ എങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് പോകണം? എനിക്ക് ദേഷ്യം വന്നു. അപ്പോഴത്തേനും അവർ പറഞ്ഞു വിസ വന്നത്. അപ്പോഴത്തേനും എനിക്കറിയത്തില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ മാതാവ് എന്നെ അതുപോലെ ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തന്നു. എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞു. മാതാവ് ഇത്രയും വലിയ അത്ഭുതം ചെയ്തു. എന്നിട്ട് ഞാൻ പഠിച്ചില്ല. ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പണ്ട് ആ സിസ്റ്റർ ഇപ്പോൾ ഉണ്ടായിരുന്നു. എനിക്ക് സോറി പറയണമെന്നുണ്ട്, എനിക്ക് അത്രയും ദേഷ്യമായിരുന്നു സിസ്റ്ററിനോട്. അപ്പോഴത്തേനും ആ സിസ്റ്ററിനോട് പറഞ്ഞു, മാതാവ് നിനക്ക് അനുഗ്രഹം തന്നു, നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിനി ഒന്നും ചെയ്യാൻ പോകണില്ല, മാതാവിനെ അനുഗ്രഹിച്ചു, ഞാൻ സാക്ഷ്യം പറയും. അപ്പം നീ ഉടമ്പടി എടുക്കുമോ, കാരുണ്യ പ്രവൃത്തി ചെയ്യോ? അതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോഴത്തേനും എനിക്ക് സാക്ഷ്യം പറയാം. അപ്പോൾ സിസ്റ്റർ സാക്ഷ്യം പറയിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എനിക്ക് എന്തോ ദേഷ്യമായി. ഞാൻ ചോദിച്ചു, ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവ് അനുഗ്രഹിക്കുക ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ സാക്ഷ്യം എഴുതിയായിരുന്നു. ആ പേപ്പർ ഞാനിവിടെ നേർച്ചപ്പെട്ടിയിലിട്ടിട്ട് ഞാനാണെങ്കിൽ ഓസ്ട്രേലിയക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്ന് അവിടെ ഏത് അസൈൻമെൻറ്റ് എഴുതിയാലും എല്ലാത്തിനും കാശുരൂപം പിടിച്ചാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു പരീക്ഷയുണ്ട്, ലാൻഡേറ്റ് എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ കേറ്ററ്റ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ ടീച്ചർമാർക്ക് പരീക്ഷയുള്ളതുപോലെ ഓസ്ട്രേലിയ ലാൻഡേറ്റ് എന്നും പറഞ്ഞൊരു എക്സാമുണ്ട്. അപ്പം അതിന് ഇതുപോലെ 3 ചാൻസേ ഉള്ളൂ. ആ 3 ചാൻസിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ നമ്മൾ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോരേണ്ടി വരും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പാസ്സാകുകയും വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫസ്റ്റ് ചാൻസിൽ പോയി എഴുതി. എൻ്റെ ക്ലാസ്സിലുള്ള ആരും ഫസ്റ്റ് ചാൻസിൽ എഴുതാൻ വന്നില്ല, കാരണം എല്ലാവർക്കും ടെൻഷനായിരുന്നു. എനിക്ക് പേടി കൂടുതലായത് കാരണം ഞാൻ വിചാരിച്ചു ആദ്യം തൊട്ട് എഴുതിയേക്കാം, 3 ചാൻസല്ലേ ഉള്ളൂ. ആദ്യത്തത് വെറുതെ ഒരു സ്ലം പോലെ ഞാൻ പോയി കാശുരൂപം പിടിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ടും ഇംഗ്ലീഷും മാത്സും അല്ല എൻ്റെ 8-ന്. അപ്പോൾ എനിക്ക് മാത്സൊക്കെ ക്വസ്റ്റ്യൻ എനിക്ക് അവസാനം വായിക്കാൻ സമയം പോലും കിട്ടിയില്ല. ഞാൻ വെറുതെ ഏതാണ്ട് കറക്കി കുത്തിയ ആൻസറൊക്കെ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാൻ ഇതുപോലെ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് കുഴിച്ചു വരച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ റിസൾട്ട് വന്നപ്പോഴത്തേനും ഫസ്റ്റ് ചാൻസിൽ തന്നെ മാതാവ് അനുഗ്രഹിച്ച് ഞാൻ ലാൻഡേറ്റ് പാസ്സായി. എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് എക്സാം പാസ്സായത് ഞാനാണ്. പിന്നെ ഒരുപാട് പിള്ളേർ ഇതുപോലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോയി. അതുപോലെ തന്നെ ഈ എക്സാം പാസ്സാകാത്തത് കാരണം. അപ്പം മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. പിന്നെ വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് എല്ലാ അസൈൻമെൻ്റ് ആണെങ്കിലും. എൻ്റെ ക്ലാസ്സിൽ കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരുന്നു. പക്ഷേ അവരാരും പാർട്ട് ടൈം ജോലിക്കോ അങ്ങനെയൊന്നും പോകുന്നില്ല, ഞാൻ മാത്രമേ പോകുന്നുള്ളായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് ഒരു അസൈൻമെൻറ്റിന് പോലും ഒരു എക്സ്ട്രാ ഡേയ്സ് ഒന്നും ചോദിക്കാതെ എല്ലാം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ മാതാവ് സഹായിച്ചു. എല്ലാത്തിനും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് കുഴിച്ചു വെച്ചാണ് എല്ലാ അസൈൻമെൻറ്റും ഞാൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒക്ടോബർ 2024 എൻ്റെ കോഴ്സ് കഴിയാറായി. നവംബർ ആകുമ്പോൾ കോഴ്സ് കഴിയും. അപ്പം ഞാൻ സെപ്റ്റംബറിൽ വെച്ച ഒരു അസൈൻമെൻറ്റിൻ്റെ മാർക്ക് എന്ത് ചെയ്താൽ വരുന്നില്ല. വാലുവേഷൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. എന്ത് ചെയ്താൽ മാർക്ക് വരുന്നില്ല. അപ്പോഴത്തേനും ഒരു ദിവസം റിസൾട്ട് വന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ ഇമെയിൽ വന്നു. അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. എൻ്റെ റിസൾട്ട് അവർ ഇങ്ങനെ വീണ്ടും എന്നോട് സംസാരിക്കണം, റിസൾട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. ഇത് AI ഡിറ്റക്റ്റ് ചെയ്തു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസൈൻമെൻറ്റിൽ ഡിറ്റക്റ്റ് ചെയ്തു എന്നാണ് അവർ റീസൺ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് AI യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഇപ്പം നമുക്ക് AI യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലറേഷൻ്റെ അകത്ത് അത് എഴുതണം. അപ്പം ഞാനത് യൂസ് ചെയ്തത് ഇങ്ങനെ
നമുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അസൈൻമെൻറ്റ് എഴുതുമ്പോഴത്തേനും. ആ റെഫറൻസിൻ്റെ കറക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ AI യൂസ് ചെയ്തത്. അപ്പം അതിൻ്റെ അകത്ത് AI വീണ്ടും വെക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാനത് ഡിക്ലെയർ ചെയ്തില്ല. പക്ഷെ എന്നാലും എനിക്ക് ടെൻഷനായി. കാരണം ഇങ്ങനെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാമാണ്. അപ്പോഴത്തേനും ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇനി ഞാൻ ഫെയിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ സ്റ്റുഡൻറ്റ് വിസ റിന്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ടെൻഷനൊന്നും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ആ ഒരു സമയത്ത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഗ്രാജുവേഷനെ പറ്റി, എൻ്റെ പപ്പയും അമ്മയ്ക്ക് ഗ്രാജുവേഷന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രാജുവേഷനെ പറ്റിയിട്ടാണ് കൂടുതൽ ചിന്തിക്കുന്നത്. മൊത്തം ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ പോസ്റ്റ് ഇടണം, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി കൂടുതൽ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ മാതാവ് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ബ്ലെസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നീ 2 കൊല്ലം ഇവിടെ അസൈൻമെൻ്റ് എല്ലാം പാസ്സായി ഇവിടെ സർവേ ചെയ്തത്. ഇപ്പം നീ ഇങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ എന്ന് മാതാവിനെ റിമൈൻഡ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേനും എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു. അപ്പം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇടാമെന്ന് വിചാരിച്ച് ലാപ്ടോപ്പ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ എന്ത് ചെയ്താൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഉടമ്പടിയുടെ ആ ഒരു സെക്ഷൻ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോഴത്തേനും എന്നിട്ട് ഉടമ്പടി 6 നിയോഗമൊക്കെ വെക്കാൻ പറഞ്ഞു. എനിക്ക് എന്താ വെക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യത്തെ നിയോഗം ഈ അസൈൻമെൻറ്റ് എനിക്ക് എങ്ങനെയെങ്കിലും ഡിസംബറിൽ കോഴ്സ് കഴിഞ്ഞ് പാസ്സാകണമെന്ന് വെച്ചു. ബാക്കി എനിക്ക് സമാധാനം വേണം, മനസ്സമാധാനം വേണമെന്ന് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. വേറെ ഞാൻ നിയോഗമൊന്നും എഴുതിയില്ല. അങ്ങനെ എന്നിട്ട് ഞാൻ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ റിസൾട്ടിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ എനിക്ക് ക്ലാസ്സുണ്ട്. ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്നെ പഠിപ്പിക്കുന്ന ആ ടീച്ചർ ഒരു ഗ്രേ കളർ, ഞാൻ ഇങ്ങനെ സാക്ഷ്യത്തിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അപ്പം ഗ്രേ കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ മാതാവ് അവിടുത്തെ എൻ്റെ എല്ലാ തടസ്സവും മാറ്റി എൻ്റെ അസൈൻമെൻറ്റിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുമെന്ന് അതൊരു അടയാളമായിട്ട് എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം യൂണിവേഴ്സിറ്റിയിൽ പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും ഇതുപോലെ പലരും ഫെയിലായി. പിന്നെ കുറേ പേരുടെ അസൈൻമെൻറ്റ് ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാവരും ഭയങ്കര സ്ട്രെസ്സായിട്ടായിരിക്കുന്നത്. അപ്പോഴത്തേനും ക്ലാസ്സിൽ ടീച്ചർ കയറി വന്നു. അപ്പോൾ ഈ ടീച്ചർ ഒരു ഗ്രേ കളർ സ്കേർട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് അടയാളം തന്നു, എൻ്റെ അസൈൻമെൻറ്റിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ അന്ന് വൈകുന്നേരം എനിക്ക് സൂമിൽ ഓൾറെഡി ഒരു സെഷൻ ഈ ടീച്ചറും കോഴ്സ് കോർഡിനേറ്ററുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ കാശുരൂപം പിടിച്ചുകൊണ്ട് ഇവരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയൊക്കെയാണ് ഞാൻ റെഫറൻസിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അത് ഡിക്ലെയർ ചെയ്താൽ മതി, അപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെന്നോട് സോറി പറഞ്ഞു, ഇങ്ങോട്ട് സ്ട്രെസ് ആക്കിയതിന് സോറി പറഞ്ഞു. എന്നിട്ട് അടുത്ത അസൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെയൊന്നും അവർ പറഞ്ഞു തരില്ലാത്ത അതും കൂടെ എനിക്ക് ആ സൂം സെക്ഷനിൽ അവരിങ്ങോട്ട് പറഞ്ഞു തന്ന്. അപ്പം അതുപോലെ എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും പലരും ഫെയിലായ അസൈൻമെൻറ്റ് എനിക്ക് 70% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ അപ്പം അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഉടമ്പടി എന്നുള്ള പേടി, അത്രയും നാളെ എനിക്ക് ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് പിന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സമാധാനമാണ്. എനിക്ക് പിന്നെ എന്തെങ്കിലും എനിക്ക് സ്ട്രെസ് ഫീൽ ചെയ്താൽ ഞാൻ ധ്യാനം കൂടും. യൂട്യൂബിൽ വേറെ എന്തെങ്കിലും വീഡിയോ കാണുന്നതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ കാണാൻ വേണ്ടി ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ അവസാനം ഞാൻ അത് നിർത്തിയിട്ട് കൃപാസനത്തിൻ്റെ സാക്ഷ്യം അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനമൊക്കെ കാണും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അച്ഛൻ്റെ ധ്യാനം വെച്ച് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് എനിക്ക് എന്താണോ വേണ്ടത് അത് തന്നെ അച്ഛൻ പറയും ആ ധ്യാനത്തിൻ്റെ അകത്ത്. അങ്ങനെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ എനിക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് ഞാൻ മാസ്റ്റർ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിച്ചത്. അപ്പം നമുക്ക് ടീച്ചിങ് ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ VIT രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് IELTS വളരെ ഉയർന്ന ഒരു സ്കോർ വേണം. അപ്പം നമ്മളിവിടെ ഓസ്ട്രേലിയ പഠിക്കാൻ പോകാൻ വേണ്ടി തന്നെ നമ്മൾ IELTS 877 എന്നുള്ള അത്രയും സ്കോർ, അത് PTE അല്ലെങ്കിൽ IELTS അത്രയും സ്കോർ മേടിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അതും ഇംഗ്ലീഷ് ടെസ്റ്റാണ്, അതും എഴുതും. പിന്നെ ഈ ലാൻഡേജ് എന്നും പറഞ്ഞ് അതിലും ഇംഗ്ലീഷ് ടെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി 3 ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിട്ടാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇത് എന്തിനായി വീണ്ടും ഇംഗ്ലീഷ് ടെസ്റ്റ് ഇങ്ങനെ, ഇത് മാതാവേ ഇത് എന്തൊരു അൺഫെയറായി ഗവൺമെൻറ് ചെയ്യുന്നത്, ഇവർക്ക് ഈ നിയമം ഒന്ന് മാറ്റിക്കൂടെ എന്ന് ഞാൻ മാതാവിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഞാൻ ആക്ച്വലി അവിടുത്തെ ഈ VITക്കൊക്കെ ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷേ ഇമെയിലൊന്നും പോയിട്ടൊന്നുമില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒരു നിയമം ഒന്ന് മാറ്റണം, അവിടെ പഠിച്ചവർക്ക് വീണ്ടും IELTS എഴുതണ്ട, പഠിച്ചവർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ കിട്ടുമെന്നൊരു റൂൾ അവിടെ വരണമെന്നും പറഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഫലമായിട്ടുണ്ട്. പക്ഷേ ഞാൻ പിന്നെ പോയി IELTS എഴുതി എനിക്ക് എല്ലാത്തിനും ഭയങ്കര സ്കോർ കിട്ടി, ഒരെണ്ണത്തിന് മാത്രം കിട്ടിയില്ല. അപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി
അതെന്തായിരിക്കും അങ്ങനെ അങ്ങനെ വന്നേന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ മാതാവിനെ കാശ് പിടിച്ച് പോയതാണല്ലോ, എൻ്റെ ഒരെണ്ണത്തിന് മാത്രം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും അന്ന് തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമം മാറിയ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നു. അതായത് ഇനി തൊട്ട് അവിടെ പഠിച്ചവർക്ക് വീണ്ടും ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ഇംഗ്ലീഷ് ടെസ്റ്റ് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. അതായത് എനിക്ക് നേരിട്ട് ആപ്ലിക്കേഷൻ അയക്കാം. ഈ നിയമം ഈ നിയമം സ്റ്റാർട്ടാകുന്നത് ഡിസംബർ 7 തീയതി 2024 തൊട്ടായിരുന്നു. അപ്പോൾ ആ ഡിസംബർ 7 കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മാതാവായിട്ട് മാറ്റിയതാണ്. മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിലെ നിയമം തന്നെ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതിന് മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് ഫിനാൻഷ്യലി എന്നെക്കൊണ്ട് ഓസ്ട്രേലിയയിലായത് കാരണം ഞങ്ങൾക്ക് ലിമിറ്റേഷനുണ്ട്. അപ്പം ഫിനാൻഷ്യലി എന്നെക്കൊണ്ട് സാധിക്കുന്നവർക്കൊക്കെ ഞാൻ ഓൺലൈനിലായിട്ട് സഹായിക്കാറുണ്ട്. അവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എല്ലാ മാസവും അവർക്കൊരു എമൗണ്ട് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി. ഉടമ്പടി എടുത്തത് വഴിയായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാൻ എന്ത് കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ, ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മാതാവ് കൂടെ ഉണ്ടാകും. മാതാവ് അതിനൊരു എന്തെങ്കിലും എന്ത് കാര്യത്തിനൊരു താമസം ഉണ്ടായാലും ഒരു തടസ്സം ഉണ്ടായാലും അത് എന്തെങ്കിലും വലുത് എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള തടസ്സമാണെന്ന് അങ്ങനെ ഒരു തോട്ട് എനിക്കിപ്പോൾ ഉണ്ട്. പിന്നെ എന്ത് തടസ്സം വന്നാലും അത് മാതാവ് നോക്കിക്കോളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാൻ കുറച്ച് നിയോഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് മാതാവ് അതൊക്കെ സാധിച്ചു തരും എന്നുള്ളത്. ഇനിയിപ്പോൾ എത്ര താമസം വന്നാലും എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. കാരണം എനിക്ക് ഉറപ്പാണ് ഇപ്പം ഇനിയിപ്പോൾ അതല്ല മാതാവ് വിചാരിച്ചില്ലെങ്കിൽ അതിലും ഞാൻ എഴുതിയേക്കുന്നതല്ല മാതാവിന് വേണ്ടതെങ്കിൽ മാതാവും ഈശോയും എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. എൻ്റെ പേര് ജോഫി ജോർജ്. എൻ്റെ ഹസ്ബൻഡ് സനിൽ, മകൻ ജോയൽ സനിൽ, ജുവൽ സനിൽ. ഞാൻ ഇവിടെ ഈ സാക്ഷ്യം പറയാനായിട്ടുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കുടുംബമായിട്ട് ദുബായിൽ 17 വർഷമായിട്ട് അവിടെ ഷാർജയിൽ താമസിക്കുന്നു, ദുബായിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ മകൻ ഇതുപോലെ പുറത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ എനിക്ക് എല്ലാ പരീക്ഷയും പാസ്സാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ എല്ലാ എക്സാമുകളും മാതാവിൻ്റെ സഹായത്താൽ ഒരു മെറിറ്റും ഇല്ലാത്ത എനിക്ക് മാതാവിൻ്റെ കൃപയാൽ എനിക്ക് എല്ലാം സാധിച്ചു കിട്ടി. അപ്പോഴാണ് ഈ ന്യൂസിലൻഡിൽ ഒരു ഓസ്കി എക്സാം പാസ്സാവാൻ വേണ്ടി വളരെ പാടാണെന്ന് അറിയുന്നത്. അപ്പോൾ ആ ടെൻഷൻ വെച്ചാണ് ഞാൻ ഒരു 2024 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി തീർത്തു. എന്നിട്ട് ഒരു ദിവസം ഇതിന് ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഇവിടെ ന്യൂസിലൻഡിൽ എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ ദൈവമാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. അതായത് ഞാൻ ഡയറക്റ്റ് എക്സാം സെൻറ്റർ ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഓസ്ട്രേലിയയുടെ വിസ ഇല്ലാത്തതിനാൽ എനിക്ക് ആ ക്രൈസ്റ്റ് ചർച്ചിലേക്കുള്ളത് അത് അവർ ക്യാൻസൽ ചെയ്ത് എന്നെ ഓഫ്ലോഡ് ചെയ്തു. അപ്പോൾ പിന്നെ ആ സെയിം ടൈമിൽ തന്നെ എനിക്ക് മാതാവിൻ്റെ ഇടപെടലുകൊണ്ട് വേറെ ഓക്ലൻഡിൽ ഫ്ലൈറ്റ് ലഭിച്ച് അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ സഹായത്താൽ എനിക്ക് കൂടുതൽ പഠിക്കുവാനും അവരെന്നെ പ്രിപ്പയർ ചെയ്ത് എക്സാം പാസ്സാക്കുവാനും എനിക്കത് വലിയൊരു തുണയായി. അത് മാതാവിൻ്റെ വലിയ ഒരു ഇടപെടൽ കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. പിന്നെ അതുവഴിയെ ഞാൻ പരീക്ഷ പാസ്സായതിനു ശേഷം ഞാൻ ഓസ്ട്രേലിയൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് അങ്ങനെ അത് ജോലിക്ക് വേണ്ടി ശ്രമിച്ച് എല്ലാം റിജക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി
ജനുവരി 25, 2025 ഞാൻ ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പം ആ ഉടമ്പടിയിലൂടെ എനിക്ക് എൻ്റെ വിസ പ്രോസസ്സിങ് എളുപ്പം ശരിയാവുകയും എനിക്ക് വിസ ഗ്രാൻഡ് ആവുകയും ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ രണ്ടാമത് തീർത്ഥാടന ഉടമ്പടി റിന്യൂ ചെയ്യാനായിട്ട് ഈ ഒക്ടോബറിൽ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു മാതാവിൻ്റെ ഒരു അടയാളമായിട്ട് എനിക്ക് എൻ്റെ എല്ലാം ശരിയാവുകയാണെങ്കിൽ, ജോലി ലഭിക്കുകയാണെങ്കിൽ, എനിക്ക് മാതാവിന് ഈ പ്രദക്ഷിണത്തിന് കൈ പിടിക്കാനുള്ള ഒരു യോഗ്യത തരണമേ എന്ന് മാതാവിനോട് അപേക്ഷിച്ചു. തൽഫലമായിട്ട് എനിക്ക് മാതാവിനെ പിടിക്കാനുള്ളൊരു അവസരം കിട്ടുകയും ഞാൻ അതിൽ ഉറച്ചു വിശ്വസിച്ച് എനിക്ക് ശരിയാവുമെന്ന്. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ പോയപ്പോൾ ഉടനെ എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ കോൾ വരികയും എനിക്ക് ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാവുകയും ചെയ്തു. മാതാവിനും തിരുക്കുമാരനും നന്ദി. ഞാൻ പിന്നെ പറയാനുള്ളത് എൻ്റെ മകൻ്റെ എക്സാമിൻ്റെ കാര്യമാണ്. അവൻ ഇപ്പോൾ അവൻ 11-നാണ്. 10ാം ക്ലാസ്സിൽ വെച്ച് മോഡൽ എക്സാമിനൊക്കെ വളരെ മാർക്ക് കുറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ആ ഉടമ്പടി ഞാൻ നിയോഗം വെച്ചിരുന്നു ജനുവരിയിൽ. തൽഫലമായിട്ട് എൻ്റെ മകന് 91.6% മാർക്ക് നേടി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വലത് കയ്യിൽ ഷോൾഡറിലായിട്ടൊരു കാൽസിഫിക്കേഷൻ പോലെ ഫോം ചെയ്ത് സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. തൽഫലമായിട്ട് ഞാൻ വേറൊരു ഡോക്ടറിനെ കണ്ടപ്പോൾ സർജറി വേണ്ട, ഒരു കോഴ്സ് സ്റ്റീറോയിഡിൻ്റെ ഒരു ഇതുകൊണ്ട് മാറിപ്പോകുമെന്ന് പറഞ്ഞ് അതിപ്പോൾ കാൽസിഫിക്കേഷനൊക്കെ മാറി. അത് മാതാവിന് നന്ദി പറയുന്നു. ഇങ്ങനെ പിന്നെ എനിക്ക് എൻ്റെ ലെഫ്റ്റ് എൽബോയിൽ ടെന്നീസ് എൽബോ എന്നും പറഞ്ഞ് എനിക്ക് ഭയങ്കര എൽബോ പെയിനായിരുന്നു. അപ്പം ഞാൻ ഈ തീർത്ഥാടന ഉടമ്പടി പുതുക്കുവാനും ഈ ജപമാല റാലിക്ക് വരുവാനും അവസരം ലഭിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഫലമായി അത് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ കൈയുടെ മുട്ടിൻ്റെ വേദന എല്ലാം മാറി. കൂടാതെ ഞാൻ വിശുദ്ധ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാം ദൈവിക ഇടപെടലുകൾ കാരണം എൻ്റെ എല്ലാം മാറിക്കിട്ടി. അതുകൂടാതെ ഞാൻ നിയോഗം വയ്ക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മമ്മിക്ക് ശരീരം മുഴുവൻ നീർക്കെട്ടും വേദനയുമായിട്ട് കിടപ്പായിരുന്നു. അപ്പോൾ ഞാനിത് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഒരു മെയ് 6-ാം തീയതി അച്ഛൻ്റെ ധ്യാനത്തിൽ അങ്ങനെയുള്ള ഒരു രോഗിയെ സൗഖ്യമാക്കുന്ന കാര്യം പറഞ്ഞു. ഞാനതെൻ്റെ അമ്മയെ ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് ഇപ്പോൾ അതെല്ലാം മാറി. മമ്മിക്ക് പ്രായാധികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാം മാറി സുഖമായിരിക്കുന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും അധികം കൃപകളും കരുണകളും ലഭിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ ഈ 17-ാം തീയതി ഇൻ്റർവ്യൂവിൻ്റെ ഫലമായി കിട്ടിയ ജോലിക്ക് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോകുകയാണ്. പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു മദർ മേരി. താങ്ക് യു ജീസസ്. താങ്ക് യു മദർ മേരി. താങ്ക് യു ജീസസ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴും ഞാനിവിടെ വരുത്തുമായിരുന്നു. ഇവിടെ വിളിച്ചു പറഞ്ഞ് വരുത്തിച്ച് ഞാൻ അവിടെ ഉള്ള പള്ളികളിലും കൊടുക്കുമായിരുന്നു. ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഈ പേപ്പറുകൾ ഞാനിവിടെ ബസ് സ്റ്റോപ്പിലും ബസ്സിനകത്ത് പോകുമ്പോഴും ഞാൻ അവിടെയുള്ള ഷോപ്സിലും എല്ലാം എൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. കാര്യപ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ അവിടെ വരുന്ന രോഗികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും അതുകൂടാതെ ഞങ്ങൾക്ക് ഒരു മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു രോഗികളുള്ള 2 പിള്ളേരുള്ള വീട്ടിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുകയും അവർക്ക് പൈസ കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന. ആത്മീയമായിട്ടും എനിക്ക് ഒരുപാട് വളരുവാൻ സാധിച്ചു. ബൈബിൾ വചനങ്ങൾ അരമണിക്കൂർ വായിക്കുവാനും കൂടുതൽ നമുക്ക് വേറെ ഓരോ ചിന്തകളിൽ പോകാതെ, വേറെ യൂട്യൂബിൽ വേറെ ഇതിലൊന്നും പോകാതെ നമുക്ക് കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും
എല്ലാ കാര്യങ്ങൾക്കും ആത്മീയമായി എന്നെ അത് വളർത്തി. അതിന് ഇനി അങ്ങോട്ടും ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോകുമ്പോഴും ഇതിലൂടെ എല്ലാം കൂടുതൽ വളരാനായിട്ടും ഉടമ്പടിയിൽ ജീവിക്കുവാനും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു.